പശ്ചിമേഷ്യൻ സംഘർഷം 23-ാം ദിനവും അയവില്ലാതെ തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിനെ മുൻനിർത്തി ഇരുവിഭാഗം വെല്ലുവിളി തുടരുന്നു. വെടിനിർത്തലിൽ ഇറാന് താൽപര്യമില്ലെന്നുമെന്നാൽ നിബന്ധനകളോടെ യുദ്ധം പൂർണ്ണമായി നിർത്താൻ തയ്യാറാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി അൽ ജസീറയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അമേരിക്കയുടെയോ ഇറാന്റെയോ യുദ്ധമല്ല, ഇസ്രായേലിന്റെ യുദ്ധമാണിതെന്നും അബ്ബാസ് അറാഗ്ചി പറഞ്ഞു. അതിനിടെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ വൻ ആക്രമണം നടത്തുന്നു എന്നാണ് വിവരം. വിശദാംശങ്ങളുമായി ഇപ്പോൾ പി ജെയിംസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. പി ജെയിംസ്, എന്തൊക്കെയാണ് സംഘർഷ മേഖലകളിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ? ഉന്മേഷ്, ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ അടി തിരിച്ചടി എന്ന നിലയിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഇറാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഈ മണിക്കൂറുകളിൽ വരുന്നത് ഇസ്രായേലിന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ പ്രധാന നഗരങ്ങളിലേക്ക് ടാർഗറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. അതിൽ ഇസ്രായേൽ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന വെസ്റ്റ് ബാങ്കിലേക്ക് ആക്രമണം നടത്തി അവിടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണ് ഒരുപാട് പേർക്ക് പരിക്കേറ്റതിന്റെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇറാൻ തിരിച്ചടിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കനക്കുന്നതനുസരിച്ച് അമേരിക്കയുടെ ആക്രമണം വേറെ വരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടക്കുന്നുണ്ട്. നമ്മൾ രാവിലെ UAE-യിലും സൗദി അറേബ്യയിലും വന്ന മിസൈലുകളെ കുറിച്ചാണ്, ഇറാനീസ് മിസൈലുകൾ തകർത്തതിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ കുവൈറ്റിലും അതുപോലെ തന്നെ ബഹ്റിനിലും ഇറാന്റെ ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകളും വരുന്നു. അവിടെ വലിയ സ്ഫോടനമുണ്ടായി. അത് മിസൈലുകൾ തകർത്തതിന്റെ സ്ഫോടനങ്ങളാണെന്നാണ് കുവൈറ്റും അതുപോലെ തന്നെ ഖത്തറിലേക്കും ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നു. എന്തായാലും ഈ തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് അൽ ജസീറയിലെ ടെലിവിഷൻ അഭിമുഖത്തിൽ ചില പരാമർശങ്ങളുമായിട്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് ഇസ്രായേലിന്റെ യുദ്ധമാണ്, അമേരിക്കയുടെയോ ഇറാന്റെയോ യുദ്ധമല്ല. അമേരിക്കൻ ജനത താല്പര്യമെടുത്ത് അവരുടെ നിർബന്ധപൂർവ്വം ഈ യുദ്ധം അവസാനിപ്പിക്കണം. അമേരിക്ക ഇതിലേക്ക് ഇസ്രായേൽ വലിച്ചിഴച്ചതാണ് എന്നുള്ള അമേരിക്കയിലെ തന്നെ മാർക്കോ റൂബിയോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അഭിമുഖത്തിൽ സംസാരിച്ചത്. എന്ന് മാത്രമല്ല, ഈ യുദ്ധം ഞങ്ങൾ നിർത്താൻ തയ്യാറാണ് നിബന്ധനകളോടെ. പക്ഷേ വെടിനിർത്തലിന് താല്പര്യമില്ല. വെറുതെ വെടിനിർത്തി പോകേണ്ട കാര്യമില്ല, യുദ്ധം നിർത്തണം. അതിന് പ്രധാനപ്പെട്ട നിബന്ധനകളുണ്ട്. ഇറാനെ ആക്രമിച്ചതിന് നഷ്ടപരിഹാരമടക്കം ഒരുപാട് കാര്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇറാൻ ഇനി ആക്രമിക്കാൻ പാടില്ല, ആ തരത്തിൽ ഉറപ്പ് നൽകണം, ഇതിനുള്ള നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മണിക്കൂറുകളിൽ ഈ തരത്തിൽ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, യുദ്ധം കൂടുതൽ കനക്കുന്നതിന്റെ കാര്യങ്ങളാണ് കാണുന്നത്. ഈ ഹോർമോസ് കടലിടുക്കിലേക്ക് നാളെ രാവിലെ 5:45 ട്രംപിന്റെ അന്ത്യശാസനം തീരുന്നത്. അത് പാലിച്ചില്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ, വൈദ്യുതി കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുമെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു, തിരിച്ചടിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. രൂക്ഷമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഉന്മേഷ്, പി ജെയിംസ് ആണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.